ഹലോ, എല്ലാവർക്കും കൃഷ്ണാസുരയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു എഗ് റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഞാനിവിടെ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പുഴുങ്ങി വെച്ചിട്ടേ ഉള്ളൂ, തോട് മുഴുവൻ കളയുന്നതേ ഉള്ളൂ. പിന്നെ സാമാന്യം വലിയ 4 സബോള എടുത്തു. അതിൽ 2 സബോള ഞാനിവിടെ രണ്ട് സബോള ഇവിടെ നമുക്ക് വതക്കി അത് ശരിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്. 3 തക്കാളി എടുത്തതിൽ 2 തക്കാളി ഇനി കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു തക്കാളി ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാനാണ്. പിന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതിന് കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു കുടന്ന വെളുത്തുള്ളി എടുത്തു. അതിൽ പകുതി ഞാൻ ഇതിൽ വതക്കുന്നതിനും പകുതി അരപ്പ് തയ്യാറാക്കാനും കൂടി വെച്ചിരിക്കുകയാണ്. ഇത് അരപ്പ് തയ്യാറാക്കാനുള്ളതാണ്, ഈ സവോളയും തുള്ളിയൊക്കെ. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, സാദാ ജീരകം 1/4 ടീസ്പൂണ്, പിന്നെ കുരുമുളക് 1 ടീസ്പൂണ്, ഒരു 5-6 ഏലക്കായ. ഞാൻ ഏലക്കായ എപ്പോഴും കുറച്ച് കൂടുതലെടുക്കും. പിന്നെ ഈ സ്റ്റൈലിൻ്റെ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, അത് ഞാൻ 10 രൂപയുടെ പാക്കറ്റാണ്. 1 ടേബിൾ സ്പൂൺ അതും ചേർക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ ഇതെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കും. എണ്ണ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് എൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് അരപ്പിനുള്ളതൊന്ന് വറുത്തെടുക്കാം. ആദ്യം തന്നെ ഞാനിതിൽ 3 ടീസ്പൂൺ രുചി ഗോൾഡ് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഒരു കുടന്ന എടുത്തതിൽ പകുതി വെളുത്തുള്ളി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അത് ഇതിലേക്കൊന്ന് വാട്ടിയെടുക്കണം. വീഡിയോ ഒരുപാട് ദുഃഖിക്കാതിരിക്കാനാണ് ഞാൻ പെട്ടെന്നൊക്കെ ഗ്യാസിൽ വെച്ച് ചൂടാക്കിയ ശേഷം കാണിക്കുന്നത്. ഞാനതിൻ്റെ തോലൊന്നും അങ്ങനെ ഫൈനായിട്ടൊന്നും അങ്ങനെ കളഞ്ഞിട്ടില്ല. ഇതിൻ്റെ തോലൊക്കെ കിടക്കുന്നുണ്ട്. അത് ഒരു വിധം ഒന്ന് വാടിയപ്പോൾ നമുക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഏലക്കായ ഞാനെപ്പോഴും ഒരു 4-5-6 ഏലക്കായകളും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ ശരിക്കും ഒരു ചിക്കൻ കറി വെച്ച പോലെ തന്നെ മണം വരും. അതൊന്ന് വളരെ ഇത് സ്റ്റെപ്പായി കാട്ടുന്നത്. ഇങ്ങനെ തന്നെ ചെയ്താലേ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ശരിക്കും കിട്ടുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത്. ഇനി നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഇത് അരപ്പിനുള്ളതാണ്. കറി വയ്ക്കാനുള്ളത് ഞാൻ നേരത്തെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്, പറഞ്ഞില്ലേ. 4 വലിയ സവോള എടുത്ത് 2 എണ്ണം നുറുക്കി വേറെ വെച്ചിട്ടുണ്ട്. ഇത് അരപ്പിനുള്ളതാണ്. ഇതിൽ നമ്മൾ വേഗം ഒന്ന് വതക്കി കിട്ടാൻ വേണ്ടി പലരും ഉപ്പ് ചേർക്കാറുണ്ട്. അത് കറി വയ്ക്കുന്ന അതിലേക്ക് ചെയ്യാം, പക്ഷേ വറുത്തരയ്ക്കുന്നതിൽ നമ്മൾ ഒരിക്കലും ഉപ്പ് ചേർക്കരുത്. ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് ഉപ്പ് ചേർക്കാതെ തന്നെ അരപ്പിനുള്ളത് നമ്മൾ തയ്യാറാക്കണം. നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഒന്ന് വതക്കി വരട്ടെ. സവോള ഇങ്ങനെ ഗോൾഡൻ ബ്രൗണായി വരുന്നവരെ നമ്മൾ വതക്കിയെടുക്കണം. അതിലാണ് എൻ്റെ ടേസ്റ്റ് കിടക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം പോയ ശേഷം മാത്രം മറ്റ് മസാലകളൊക്കെ ചേർത്താൻ പാടുള്ളൂ. ഓരോ രീതിയിൽ വയ്ക്കുമ്പോൾ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ടാവും. മല്ലിയുടെ ഒരു മണം മാറി വരുമ്പോൾ നമുക്ക് മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം. നല്ല ജീരകമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, കുറച്ചേ ഉള്ളൂ. അര ടീസ്പൂൺ ജീരകമേ ഉള്ളൂ കേട്ടോ. ജീരകം ഇത് അരപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് കറിവേപ്പില കുറച്ചല്ല, ഞാൻ നല്ലോണം തന്നെ ചേർക്കും. കറിവേപ്പില കേടൊന്നുമില്ല, ഞങ്ങളുടെ ചെടിയിൽ നിന്ന് വെച്ചെടുത്ത കറിവേപ്പിലയാണ്, അതുകൊണ്ട് കേടില്ല. ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആവണ പോലെ നല്ലപോലെ വതക്കിയെടുക്കണം. ഓക്കെ, ഇനി ഇത് തണുത്ത ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാൻ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിൽ ചേർക്കണം. നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. നമുക്കിനി പാചകം തുടങ്ങാം. ഞാൻ ആ പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്, മസാല വറുത്തെടുത്തത്. അതിൽ ഞാൻ ഒരു 4 ടീസ്പൂൺ ഗോൾഡ് വിനർ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ പോലെ തന്നെ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം.
അരപ്പിനെടുത്ത അത്രയും സാധനങ്ങൾ തന്നെ ഇതിലേക്ക് ആവശ്യമാണ്. വെളുത്തുള്ളി ഒന്ന് നിറം മാറി വരട്ടെ. വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, സവോള ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സവോള ഒന്നങ്ങോട്ട് ചേർത്ത് എത്ര കണ്ട് നമ്മൾ ചേർക്കണോ അത്ര കണ്ട് ടേസ്റ്റാണ്. ഇതൊന്ന് വഴകി വരണം. അതിന് നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ മുറുക്കി വെച്ച തക്കാളി ഉണ്ട്, തക്കാളി അതുകൂടി ഇതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല ഒരു 1 സ്പൂൺ വേണം ഞാൻ പറഞ്ഞിരുന്നു, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ വഴകി വാടി ചുരുങ്ങി വരണം. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്താൽ പെട്ടെന്ന് അതൊന്ന് വതയി കിട്ടും. പിന്നെ ഈ സമയത്ത് ഇത് കറി വയ്ക്കാനായതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ അരയ്ക്കാനുള്ള മസാലയിലാണ് ചേർക്കേണ്ടാവുന്നത്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടം, കുറവാണ് വേണമെങ്കിൽ അങ്ങനെ. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്താൽ ഇത് പെട്ടെന്നൊന്ന് വതയി കിട്ടും. ഒന്ന് വതകി വരട്ടെ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ വതകി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വതകാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഞാൻ തക്കാളി ഇവിടെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി നേരത്തെ അതുകൂടി അങ്ങ് ചേർത്തി കൊടുക്കാം. സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. ഇതുകൂടി ഒന്ന് വതകി വരട്ടെ. 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. മസാല എന്തായിരുന്നു ഒന്ന് തുറന്ന് നോക്കാം. ഞാനിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതാ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ പാകമാണോ നോക്കാം. എന്നിട്ട് നമ്മുടെ പ്രധാനത് ചേർക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതാ ഇതിലേക്ക് വേണ്ടി അരച്ച മസാല അരപ്പ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ മണം! നമ്മളെ എഗ് റോസ്റ്റ് ഏതാണ്ട് റെഡിയായി വരുന്നു. കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം ഇതിൻ്റെ മിക്സിയുടെ ജാർ കഴുകിയെടുത്ത വെള്ളമുണ്ട്, അതൊന്നും ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. മുറിഞ്ഞ മസാലകളൊക്കെ ഇതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് സവോളയിലൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. അപ്പോൾ നമുക്ക് ആ വെള്ളം മാത്രം ഒന്ന് ചേർത്തി കൊടുക്കാം. ഉപ്പ് പാകമാണെന്ന് നോക്കിക്കോണം. കുറച്ച് നേരം ഇതൊന്ന് 1 നിമിഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. തുറന്ന് നോക്കാം. എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇന്ന് തുറന്ന് നോക്കി, ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തി. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്തി കൊടുക്കാം. മുട്ട ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ലേശം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെ, മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. മസാലകൾ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി കൊടുക്കാം. കണ്ടില്ലേ നമ്മുടെ എഗ് റോസ്റ്റ്. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം. സ്കിപ്പ് ചെയ്ത് ഇടയിൽ വല്ലതും വിട്ടുപോയിട്ട് ടേസ്റ്റ് ഇല്ല എന്നൊന്നും പറഞ്ഞേക്കില്ലേ. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.